എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. ഇന്നലെ ഇന്നുമെന്നേക്കും അവൻ അനന്യൻ, തൻ കൃപ തീരുകില്ല. ഇന്നലെ ഇന്നുമെന്നേക്കും അവൻ അനന്യൻ, തൻ കൃപ തീരുകില്ല. മണ്ണിൽ വന്നവൻ വിണ്ണിലുള്ളവൻ, വന്നിടുമിനിയും വന്നവനായി. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും ഹാലല്യ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പാ, ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളെ അറിഞ്ഞ് സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കൈക്കൊള്ളണമേ. ഞങ്ങളുടെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കുന്ന ദൈവമല്ലല്ലോ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം. ഹാലലി ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ പ്രഭാതത്തിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം ഏൽപ്പിക്കും. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം ആയിരിക്കുന്ന ഇടം, ഹാലലൂയ കർത്താവെ, കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾ, ഞങ്ങൾ വാർക്കുന്ന ഭവനങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ദാനമാ. സ്തോത്രത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താപ്പച്ചൻ്റെ വലിയ സമാധാനവും സന്തോഷവും സൗഖ്യവും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ശത്രു ഞങ്ങളെ കാണരുതേ, പിശാച് ഞങ്ങളെ തുടരുതേ, അന്ധകാരത്തിനെയൊന്നും കടന്നു വരരുതേ. കാൽവര്യത്താൽ ഞങ്ങളെ മുദ്രവയ്ക്കുന്നു, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സ്തോത്രം. സംഹാരൻ കടന്നു വരാതെ ഞങ്ങളുടെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിനേൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണം. ഹാലേലൂയ. നിൻ്റെ വചനത്താലും ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുന്നിടത്ത് വചനമകത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം. മുൻപും പിൻപും ഇടവും വരും ദൂതഗണങ്ങളാൽ ഞങ്ങളെ കാവൽ ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതും നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കുന്ന വചനത്താൽ ഇന്നുവരെ ഞങ്ങളെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളെ ഏൽപ്പിച്ച് തരട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസം മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട്, OETയും IELTSും പഠിക്കുന്ന മക്കളുണ്ട്, പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടപ്പാ, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. എല്ലാവരെയും എൻ്റെ പൊന്നപ്പച്ചൻ്റെ പാദപിടത്തിലോട്ട് കൊണ്ടുതരികയാ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ജ്ഞാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കോടെ പാസ്സാകണം. നല്ല ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളായി തീരണം. അതിനായി സ്വർഗ്ഗം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ കർത്താവ് എല്ലാ ആഗ്രഹങ്ങളെയും നിവർത്തിക്കണമേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്തൊക്കെ കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത് എൻ്റെ അപ്പച്ചൻ ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കുമാറാകണം. നാഥ, കഴിഞ്ഞ നാളുകളിൽ മാനിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അവിടെവിടെങ്ങളിൽ സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കുമാറാകണമേ.
എൻ്റെ ദൈവമായ കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ബാലപീഠകളിൽ നിന്നെല്ലാവരെ വിടുവെച്ച് വളർത്തിത്തരണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ദിവ്യസമാധാനത്താൽ തൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനം പണിയുന്ന മക്കളുണ്ട്. അപ്പാ എൻ്റെ ദൈവം ഭവനമില്ലാത്ത മക്കൾക്ക് പാർക്കുവാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ പണികളെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. ദൈവമായ കർത്താവ് വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നത് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. കർത്താവെ അപ്പാ നീ അവിടുന്ന് സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയം ഹല്ലേലൂയ പലവിധം നേറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങളുണ്ട്. കർത്താവെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരിക. തൻ്റെ മക്കളോട് മനസ്സലിയണേ, കരുണ കാണിക്കണമേ. കർത്താവെ എൻ്റെ സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ മാനസികമായ അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ മരുന്നിനടിമപ്പെട്ട് കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. കർത്താവെ ആ മരുന്നിൽ നിന്നൊക്കെയും ഒന്ന് ഒഴിവായി നോർമലായ ഒരു ജീവിതം അവർക്ക് നയിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗം അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ അപ്പനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വേണ്ടുന്നതെല്ലാം ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് സ്വർഗം പോഷിപ്പിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ ആരെയും അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രപ്പ. ഇറക്കുവാൻ നാണമാപ്പ, കളയ്ക്കുവാൻ ശേഷിയില്ല. നിത്യവൃത്തിക്കുള്ള വക ഓരോ മക്കൾക്കും തന്നെ സഹായിക്കണമേ. സാധുക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് അതിനെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സ്തോത്രത്തോടെ നന്ദിയോടെ ഏൽപ്പിക്കുന്നു. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെയും പുതുവർഷക്കാലം നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കുമാറാകണം. സമാധാനത്തോടും സൗഖ്യത്തോടും സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ദൈവമായ കർത്താവെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നതിൻ്റെ സ്വർഗ്ഗം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ സ്തോത്രം സ്തോത്രം അപ്പാ സ്തോത്രം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന ആശുപത്രി മുറികളിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗം മനസ്സറിയണമേ, പൊന്നുകരം തൊടണമേ അപ്പാ, അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ. ആമേൻ. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച് സുഖകരമായി ഹല്ലേലൂയ കുഞ്ഞുമായി ഭവനത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുകയാണ്. ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. വാഹനത്തിലും വഴിയിലും കൂടിയിരിക്കണേ. അപ്പോൾ ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവ്. നിശ്ചിതസ്ഥാനത്ത് എത്തിച്ചേരുവോളം കൃപയ്ക്കുള്ളിൽ പൊതിയണമെന്നടിയെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ, ഞങ്ങളുടെ എല്ലാ വഴികളിലും അപ്പച്ചൻ്റെ സാന്നിധ്യവും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവ്. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ കൊണ്ടുതരിക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഓപ്പറേഷന് വിധേയപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, കർത്താവെ ദൈവമായ കർത്താവെ അലർജിയുടെ അസ്വസ്ഥതകളിൽ ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ആസ്മ രോഗികൾ, ദൈവമായ കർത്താവെ ചുമയാല പനിയാല ഭാരമുള്ളവർ, കർത്താവെ തൊണ്ടയുടെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡിൻ്റെ രോഗമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഹല്ലേലൂയ ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം 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 സ്തോത്രമപ്പ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ നീർക്കെട്ടും വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ കരുണ തോന്നണേ, മനസ്സലിയണേ, അത്ഭുതം ചെയ്യണമേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല നാഥ, തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് കർത്താവേ. അപ്പം യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം. മരുന്നും വൈദ്യനുമായി അപ്പാ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേദനകൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രപ്പാ സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നതിൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വചനം തന്ന കർത്താവേ, കുരുടിന് കാഴ്ച കൊടുത്ത ദൈവമേ, ജഗടിനെ കേൾക്കുമാറാക്കിയ ദൈവമേ, മുടന്തനെ നടത്തുമാറാക്കിയ ദൈവമേ, ഹല്ലേലൂയ. മരിച്ചവനെ ഉയർപ്പിച്ച കർത്താവേ, നീ ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഓരോ കിടക്കക്കരയിലും കടന്നു ചെല്ലണം. കൈകാലുകൾക്ക് ചലനമില്ലാത്തൊരു കിടക്കയിൽ തന്നെ ആയിരിക്കുന്നൊരു വീൽ ചെയറിലായിരിക്കുന്ന ഓരോ മക്കളെയും അപ്പൻ്റെ തിരുമുൻപാകെ കൊണ്ടുതരിക. എൻ്റെ അസ്ഥി മാംസത്തിൻ്റെ മാംസമായ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞുങ്ങൾ സഹോദരങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. ഏൽപ്പിച്ചു തരുന്നു
മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, അത്ഭുത സാക്ഷ്യത്തിനായി ഒരുക്കണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെ തിരുമുൻപാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, നിൻ്റെ സമാധാനം ഓരോ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. നിൻ്റെതായ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുക, അടിയങ്ങളങ്ങേ മഹത്വപ്പെടുത്തുക, നിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന നന്മയും അനുഗ്രഹവും ഓരോ മക്കൾക്കും കൊടുത്ത് ഓരോ കുടുംബത്തെയും മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ കർത്താവ്. എല്ലാ ആഗ്രഹവും നിറവേറ്റണമേ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. പട്ടക്കാർ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേ, കാത്തുകൊള്ളണമേ. ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗമേ, സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ദൈവകൃപയോടെ എല്ലാ കാര്യം ചെയ്യുവാൻ ഓരോ മക്കളെയും സ്വർഗം സഹായിച്ചാട്ട് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.